നമസ്കാരം, എൻ്റെ പേര് മെറിൻ. നിങ്ങളൊരു പക്ഷേ എൻ്റെ ചാനൽ നേരത്തെ കണ്ടിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായി കാണുന്നവരായിരിക്കാം. ഒരു ലോ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കെ ഒട്ടുമിക്ക കേസുകളും ഫോളോ ചെയ്യുക എന്നുള്ളത് പറയുന്നത് ആദ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല. എന്നാൽ രാഷ്ട്രത്തിന് ആകെ കുലുക്കിയ ഒരു കേസാണെങ്കിലും ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് കോളേജിൽ വെച്ചിട്ട് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് കേൾക്കാൻ ലൈവായിട്ട് ഹിയറിംഗ് കേൾക്കാൻ നമുക്ക് അവസരമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനെ പറ്റി സംസാരിക്കണമെന്ന് തോന്നി. So today I'm going to speak about the recent Calcutta rape case that has shaken the whole nation. ഈ ഒരു കേസിൻ്റെ ഫാക്റ്റ് പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ 138 വർഷം പഴക്കമുള്ള ആർജിക്കർ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ട്രെയിനി ഡോക്ടറായിരുന്ന PG ചെയ്തുകൊണ്ടിരുന്ന 31 വയസ്സുള്ള വനിതാ ഡോക്ടറിനെ റേപ്പ് ചെയ്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിലും മൊത്തം ഇപ്പോൾ നിൽക്കുന്ന ഒരു കേസാണ്, ഒരു വാർത്തയാണ് ആക്ച്വലി. ഈ ഒരു കേസ് എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ മരണപ്പെട്ട വിക്ടിമിൻ്റെ ശരീരത്തിൽ നിന്ന് 150 ഗ്രാം സിമെൻറ്റ് കണ്ടെത്തപ്പെട്ടു. ഒരു ശരാശരി മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് 15 ഗ്രാം ആണെങ്കിൽ ഇവരുടെ ശരീരത്തിൽ 150 ഗ്രാം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 10-ലേറെ പേര് അവരെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം. അങ്ങനെ തന്നെയാണ്. അത് തന്നെയല്ല, റേപ്പ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയപ്പെടുന്ന പ്രകാരം സ്പെക്സ് വെച്ചിട്ടുണ്ട്, സ്പെക്സ് പൊട്ടി കണ്ണുകൾ പുറത്ത് വന്നിട്ടുമുണ്ട്, കഴുത്തുകളിലുള്ള കടിച്ച പാടുകൾ, ചുണ്ടുകളിൽ അവരെ ശ്വാസം മുട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ മുറിവുകൾ, രണ്ട് ചെവികളിലും ഉണ്ടായ മുറിവുകൾ, ദേഹത്താകെയുള്ള കൈകാലുകളിലെയും മുട്ടുകളിലെയും ഒക്കെ മുറിവുകൾ എന്ന് പറയുന്നത് വളരെ ബ്രൂട്ടലായിട്ട് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും മെഡിക്കലും റിപ്പോർട്ട് പ്രകാരം കൊടുത്തത് കൽക്കട്ട ഹൈക്കോടതിന് കൊടുക്കുകയും അത് സുവമോട്ടോ ആയിട്ട് സുപ്രീം കോർട്ട് ഇപ്പോൾ ആ കേസ് നടത്തുകയാണ്. 3 ബെഞ്ച് ജഡ്ജിലായ ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇന്ന് ഓഗസ്റ്റ് 20, 2024 ഈ കേസ് ഹിയറിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ കേസിൻ്റെ ഹിയറിംഗ് ആണ് നമ്മളിന്നത് കേട്ടത് ക്ലാസ്സിലിരുന്നു കൊണ്ട്. അപ്പം ഇതിൽ ചില ചോദ്യങ്ങൾ നമ്മളുടെ മുൻപിലാണെങ്കിൽ തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് കേസ് ആണോ ഈ റേപ്പ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. അതൊരു വിമർശനമായിട്ട് ഒരുപാട് പേരും എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇത്രത്തോളം മീഡിയ ശ്രദ്ധ ഈ ഒരു കേസിന് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇന്ത്യൻ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓരോ നിമിഷവും ഓരോ 15 മിനിറ്റിലും എത്രമാത്രം 100 കണക്കിന് റേപ്പുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിലൊരു റേപ്പായിട്ട് തന്നെ ഇതിനെ കണക്കാക്കിക്കൂടെ? ഇതിനെന്തുകൊണ്ട് ഇത്രമാത്രം മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളതും വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഈ കേസിനെ നിഗൂഢമാക്കുന്ന പലതരത്തിലുള്ള തെളിവുകളും അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള റേപ്പ് ആ ഹോസ്പിറ്റലിൽ നടന്നിട്ട് പോലും ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പേഴ്സണൽസ് അവിടുത്തെ അതോറിറ്റീസ് കൺസ്ട്രക്ഷൻ തുടർന്ന് നടക്കുന്നുണ്ട് അവിടെ. ഒരുപക്ഷെ അത് ഈ കേസിലെ അതായത് റേപ്പ് നടന്നതിൻ്റെ എവിഡൻസിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങളും പലതരത്തിലുള്ള ആരോപണങ്ങളും ഇന്ന് കോടതി മുറിയിൽ ഉയർന്നപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ പ്രകാരം ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സിനെ എസ്പെഷ്യലി ഇൻ ദി ഫീൽഡ് ഓഫ് മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരെ നമ്മുടെ രാജ്യത്താകമാനം അക്രോസ് ദ കൺട്രി നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ, നാഷണൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കപ്പെടണം എന്നുള്ളത് ഇന്നത്തെ ഹിയറിങ്ങിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയപ്പെടുകയുണ്ടായി. അപ്പം ഈ കേസ് ഏറ്റവും വളരെ കോൺട്രവേഴ്സി നിറഞ്ഞൊരു കേസാണ്. അതായത് നമ്മൾ ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോസ് വളരെയധികമായിട്ട് കണ്ടതാണ്. അതും കോടതി മുറിയിൽ നിന്ന് ചോദ്യപ്പെട്ടതുമാണ്. പെൽവിസ് ബോൺ വളരെയധികമായിട്ട് അവിടെ ഇഞ്ചുറി സംഭവിക്കുകയും കൈകാലുകളും ഒക്കെ വളരെയധികം പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേസ് എത്തി നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം ഒരു ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ വിമൻ എംപവർമെൻറ്റ് എന്നും പറഞ്ഞ് ഒരുപാട് കിടന്ന് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇക്വാളിറ്റി നേടുന്നതിനെ പറ്റി എപ്പോഴും എന്നും സംസാരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. പലരും അതിനെതിരെ പല പ്രസ്ഥാനങ്ങളും പല ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലൊരു കേസ് ഇന്നിപ്പോൾ CBI ഏറ്റെടുത്ത് ഈ ഒരു കേസ് നടത്തപ്പെടണമെങ്കിൽ ഇന്നും വിമൻ എംപവർമെൻറ്റ് എവിടെയും എത്തിച്ചേർന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിർഭയ കേസ് നടന്ന 10 വർഷത്തിനിപ്പുറം നമ്മുടെ ഇന്ത്യ വന്ന് നിൽക്കുമ്പോഴും ഇപ്പോഴും നിർഭയമല്ലേ ഒരു പക്ഷേ? 2012 നടന്ന നിർഭയ കേസ്, അതിനെ ഫോളോ ചെയ്ത് നടന്ന 2016 നിയമ വിദ്യാർത്ഥിനിയുടെ വധം, അതിനുശേഷമുള്ള 2023 വന്ദനാദാസ് വധം, അതും കഴിഞ്ഞിട്ട് ജാർഖണ്ഡിൽ നടന്ന സ്പാനിഷ് വനിതയ്ക്ക് നേരെ നടന്ന ആക്രമണം, ഒടുവിലിത വനിതാ ഡോക്ടറിനെ വളരെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലുന്ന ഈ കേസ്. ഇനിയും പറയാമോ വിമൻ എംപവർമെൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത്?
കഴുത്തിലുമുള്ള രക്തസ്രാവം, ചെവികളിലുമുള്ള രക്തസ്രാവത്തിനെ പറ്റിയിട്ടൊക്കെ വളരെയധികം ഇതായിട്ട് പറയുമ്പോഴും ഇപ്പോഴും പല ആൾക്കാരും സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ട് അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്തായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു പക്ഷേ ആ സമയത്ത് 3 മണി തൊട്ട് 5 മണി വരെയാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സമയത്ത് അവർ എന്തിനാണോ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കാണാൻ ഇടയായതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ളൊരു മനോവികാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഡോക്ടർ, ഒരു ട്രെയിനി ഡോക്ടർ അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം എന്തായിരിക്കാം, അല്ലെങ്കിൽ അവരെ സെമിനാർ റൂമിനുള്ളിൽ വെച്ചിട്ട് റേപ്പ് ചെയ്ത് കൊല്ലപ്പെടണമെങ്കിൽ അവരോട് സിനിമ കാണാൻ പോയതല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പം എല്ലാത്തിനും വിമർശിക്കാം, പക്ഷേ വിമർശിക്കുന്നതിനും ഒരു ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു നാട്ടിൽ ഒരു വനിതാ ഡോക്ടറിൻ്റെ കൊലപാതകം, അതും ഒരു പക്ഷേ ആണും പെണ്ണും വളരെയധികം ഇടപഴകി സംസാരിക്കുന്നത് കൊണ്ടാണോ, അതോ രാജ്യത്തിലെ ശിക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ സ്ട്രോങ് ആവാത്തത് കൊണ്ടാണോ? പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ഒരു 7 ദിവസമായിട്ട് സൗദിയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലെയും അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലെയും ഒക്കെ ശിക്ഷാ നടപടികൾ ഇവിടെയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള റേപ്പ് കേസുകൾ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ലോകം വികസനത്തിൻ്റെ പാതയിലൂടെ എത്രയേറെ മുൻപോട്ട് പോയാലും അതൊന്നും എത്തിച്ചേരാത്ത ഒരുപാട് മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട്. വികസനം എന്ന് പറയുന്നത് കെട്ടിപ്പൊക്കിയ വലിയ ബിൽഡിങ്ങുകളോ ഇന്ത്യൻ വ്യവസായത്തിനെ ആകെപ്പാടി ഉന്നതിയിലേക്ക് എത്തുന്ന ബിസിനസ്സുകളോ ഒന്നുമല്ല. ഒരുപക്ഷെ അതും അതിൻ്റെ കൂടെ തന്നെ രാഷ്ട്രത്തിലെ ഓരോ പൗരനും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഭയമില്ലാതെ രാവിലെ എഴുന്നേക്കാൻ പറ്റുന്ന ഒരവസ്ഥ കൂടി തന്നെയാണ്. ഇത്തരത്തിൽ വേദന അനുഭവിച്ച് മരിക്കുന്നതാണോ, ഉറക്കത്തിൽ തന്നെ അങ്ങനെ അങ്ങ് മരിക്കുന്നതാണോ ഭേദമെന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം ഒരുപക്ഷെ മറുപടി പറയുന്നത്? അത്തരത്തിൽ വിക്ടിമിന് ഈ ഒരു കേസ് സുപ്രീം കോടതി ഇപ്പം ഹിയറിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ജഡ്ജ്മെൻറ്റ് അതിനുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു വിധി, ഒരു പാഠമായിട്ട് നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിരിക്കട്ടെ. വിക്ടിമിന് നഷ്ടം തന്നെയാണെങ്കിൽ പോലും ഇനി ഇതുപോലെയുള്ള കേസുകൾ, ഇതുപോലെയുള്ള വിക്ടിംസ് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശിക്ഷ തന്നെ ഇതിൻ്റെ കുറ്റവാളികൾക്ക് കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയിപ്പം സമൂഹം എന്ന നിലയിൽ നമ്മൾ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാലും ഇനിയും പരാജയത്തിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് കാണുമ്പോഴായിരിക്കും. അപ്പം ഇനിയും ഈ കേസ് എന്തുകൊണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.